ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ അരിച്ചാക്കൊക്കെ എടുത്തിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അരിച്ചാക്ക് കണ്ടപ്പോൾ തോന്നി ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു കുഞ്ഞ് ഐഡിയ ആണ്. വല്ലാണ്ട് സൂപ്പറൊന്നല്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് നമുക്ക് എഴുത്തൊന്നും വരാത്ത കുറച്ച് ഭാഗമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ ഒരു വയലറ്റ് കളർ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതേപോലെ കുറച്ച് പീസുകൾ കിട്ടുന്ന അത്രയ്ക്കും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ മടക്കുക. അപ്പോൾ വളരെ എളുപ്പമാണ്. അങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക. അതുപോലെ ഈ ഒരു പീസ് തീരുന്നവരെ മടക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുന്ന പീസുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ അളവൊന്നുമില്ല. ഏകദേശം ഒരു ചതുരത്തിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തു എന്നുള്ളൂ. നീളത്തിലുള്ള ചതുരം കേട്ടോ, ദീർഘചതുരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ. എന്നിട്ട് ഇതേപോലെ ഒന്ന് നടുവേ മടക്കി എടുത്തിട്ട് നമ്മളൊരു സിസർ വെച്ചിട്ട് ഈ തുമ്പ് ഭാഗം ഇതേപോലൊരു ഷേപ്പിൽ ഒന്നിങ്ങനെ വളച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി ഇതൊന്ന് നിവർത്തി നോക്കുമ്പോൾ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. ഇനി ഇതുപോലെ ബാക്കിയുള്ള പീസുകൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു മോഡലല്ലേ ഇങ്ങനെ നിൽക്കുന്നത്, അതിങ്ങനെ ശരിക്കും ഷേപ്പ് ആക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം തമ്മിൽ ആ ലെയറുകൾ ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിലൊക്കെ ഇങ്ങനെ ഗമ്മാക്കിയിട്ട് ആക്കി കൊടുക്കുക. എൻ്റെ ഗ്ലൂ ഗൺ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ഒരുപാട് വർഷമായിട്ടുള്ള ഗ്ലൂ ഗണ്ണാണ്. പുതിയത് വാങ്ങിച്ചിട്ടൊന്നും എനിക്ക് സെറ്റ് ആവണില്ല. ഞാൻ വീണ്ടും ഈ പഴയ തന്നെ എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായിട്ട് ഇതിന് മാച്ചാവുന്നൊരു ഏകദേശം ഒരു പിങ്ക് കളർ പോലത്തെ കളർ പേപ്പർ എടുത്തു. അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കില്ലേ, ആദ്യം കുറച്ചിങ്ങനെ ഗമ്മാക്കിയിട്ട് ഒന്നിങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇർക്കിളി വേണമെങ്കിൽ ഉള്ളിൽ വയ്ക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ട് ചുരുട്ടിയെടുക്കുക കേട്ടോ. ഇങ്ങനെ കുറച്ച് പേപ്പർ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ഞാൻ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതിൽ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത് എടുക്കണം കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത ശേഷം നമ്മളിത് ഒരു പെന്ന് വെച്ചിട്ട് ഈ ഇങ്ങനെ ഉരുണ്ടിട്ടല്ലേ സ്റ്റിക്ക് ഉണ്ടാവുക, അതിനൊന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അതുപോലെ ഒന്നിങ്ങനെ വളച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇപ്പം ഞാൻ ഇതേപോലെ എല്ലാം തന്നെ ഇങ്ങനെ വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അമർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ വളഞ്ഞ് നല്ല വൃത്തിക്ക് നിന്നോളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കുന്ന പണിയുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ സ്റ്റിക്കുകൾ ഉണ്ടല്ലോ, ഇത് രണ്ടെണ്ണം ആദ്യം ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതൊക്കെ തന്നെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കറുപ്പ് സ്റ്റിക്കുകൾ ഉണ്ടല്ലോ, നേരത്തെ ഇങ്ങനെ പെന്നൊക്കെ വെച്ച് സെറ്റാക്കിയത്, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ചാക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് കാണില്ലേ, അതൊരു ഡിസൈനായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ പെയിൻ്റ് ഒന്നും ചെയ്യാതിരുന്ന കേട്ടോ. വേണമെങ്കിൽ ആ ചാക്കിൻ്റെ സെയിം കളർ വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലീഫിൻ്റെ ഷേപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇടയിലൊക്കെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചാക്ക് വെച്ചിട്ട് ആദ്യം പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വോൾ ഡെക്കറിൻ്റെ ഐഡിയ താല്പര്യമുള്ളവരും സമയമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുഞ്ഞ് ഐഡിയ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് തരിക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്